നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പലരും പലതരത്തിൽ പല രീതികളിൽ പലതും ചെയ്യുന്നുണ്ട്. ഇന്ന് ദൈവവചനം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാം. എന്തിനെന്നറിയോ? നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? ഒരു സ്കൂളിൽ പോകണം, അല്ലേ? ഏതെങ്കിലും ഒരു സ്കൂളിൽ പോകാതെ പഠിക്കാൻ പറ്റുമോ? ഈ മാർച്ച് മാസത്തിലെ ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും സെൻറ്റ് ജോസഫിൻ്റെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഔസേപ്പിൻ്റെ സ്കൂളിൽ, ജോസഫിൻ്റെ സ്കൂളിൽ പഠിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ ഈ ഔസേപ്പ് പിതാവിൻ്റെ സ്കൂളിൽ പോയി പഠിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയാവോ? ഔസേപ്പ് പിതാവിൻ്റെ സ്കൂളിൽ പോയി പഠിച്ചാൽ നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ മെച്ചം. ഇപ്പം നമ്മൾ ചിന്തിച്ചോളൂ, പല സ്കൂളുകളിലും പഠിച്ച് ഡോക്ടറേറ്റ് നേടി, ബിരുദാനന്തര ബിരുദം നേടി, ജോലി നേടി, വലിയ വലിയ നിലകളിലെത്തി. പക്ഷേ ഇപ്പോഴും ചില കുടുംബങ്ങളിൽ എന്തില്ല? ഐശ്വര്യമില്ല. ഡോക്ടറേറ്റ് ഉണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. ജോലിയുണ്ട്, പണമുണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ? ജോലിയേക്കാളും വീടിനേക്കാളും ബിരുദാനന്തരേക്കാളും നമുക്ക് വേണ്ടത് എന്നതാ? ഐശ്വര്യം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടാണ് ജോസഫ് നമ്മളോട് പറയുന്നത്. സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ, ഭാര്യയുടെ കുറവുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ഭർത്താവായ ജോസഫ് ഇട്ടുകൊടുത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഐശ്വര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കാരണത്തെയാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാവോ? നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താൻ, അപമാനിതനാകാൻ നീ ഇട്ടുകൊടുത്താൽ നീ വളരെ സൂക്ഷിക്കണം. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കളോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട് പെരുമാറുന്നത്? നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ അപമാനിതരാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപമാനിതരാകാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം.